എം ശ്രീയിൽ ന്യായീകരണവുമായി ഗോവിന്ദൻ. എം ശ്രീ പദ്ധതിയോട് തനിക്കുൾപ്പെടെ കടുത്ത എതിർപ്പുണ്ടെന്നും എന്നാൽ കേന്ദ്ര ഫണ്ട് കിട്ടുന്നത് ഒഴിവാക്കാൻ കഴിയില്ലെന്നും എം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ. പണം നൽകാൻ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന നിബന്ധനകളെ എം എല്ലാ കാലത്തും ശക്തമായി എതിർക്കുകയാണെന്നും വിമർശനം മുഖവിലയ്ക്ക് എടുത്ത് ചർച്ച ചെയ്യുമെന്നും വി ഗോവിന്ദൻ പറഞ്ഞു. എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഭരണപരമായ കാര്യമാണ്. അതേക്കുറിച്ച് കൂടുതൽ മന്ത്രിസഭയോട് ചോദിക്കണം. ഇടതുമുന്നണിയുടെ നയം നടപ്പാക്കുന്ന സർക്കാരാണിതെന്ന് തെറ്റിദ്ധരിക്കരുത്. എം ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും നടപ്പാക്കുമ്പോൾ ഭരണപരമായി വലിയ പരിമിതികളുണ്ട്. ഈ ഘട്ടത്തെ ഏതു തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നോക്കും. അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും വി ഗോവിന്ദൻ പറഞ്ഞു. 8,000 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ട്. അർഹതപ്പെട്ട പണം കേരളത്തിന് ലഭിക്കുക തന്നെ വേണമെന്നും എല്ലാത്തിലും നിബന്ധന വയ്ക്കുന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി CPI ആണെന്നും അവരെ മുഖവിലയ്ക്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഈ വിഷയം ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. സംഘപരിവാർ പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ലെന്നും നയപരമായ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്നത് പരിശോധിക്കുമെന്നും വി ഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ കോൺഗ്രസിനെതിരെയും വി ഗോവിന്ദൻ വിമർശനമുന്നയിച്ചു. നിലപാടില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. എം ശ്രീ ആദ്യം നടപ്പിലാക്കിയത് രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെന്നും എന്നിട്ടാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നതെന്നാണ് ഗോവിന്ദൻ്റെ വിമർശനം.